കോവിഡ് രൂക്ഷമായ സമയത്താണ് വോട്ടെണ്ണി കഴിഞ്ഞത്. അന്ന് ഒന്ന് ജനങ്ങളോട് ഉറക്കെ നന്ദി പറയാൻ വേണ്ടി പോലും പറ്റാത്ത സ്ഥിതിയായിരുന്നു. കാരണം പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു വോട്ടെണ്ണൽ. ഞാൻ ഓർക്കുന്നു, വോട്ടെണ്ണൽ കഴിഞ്ഞ് ഇങ്ങനെ പോയി നമുക്കൊരു ആൾക്കൂട്ടത്തിലൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. അന്നാണ് പെട്ടെന്ന് കടൽക്ഷോഭമുണ്ടായത്. കടൽക്ഷോഭമുണ്ടായപ്പോ ഇവിടെ എല്ലാവരും ഓടിയെത്തി. ഒരു MLA എന്നുള്ള നിലയിൽ ഇവിടെ ഓടിയെത്തിയപ്പോ ആ കടൽക്ഷോഭമുള്ള സ്ഥലത്തേക്ക് പോകാം എന്ന് ഖലീൽ ബുഖാരി തങ്ങൾ എന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങള് അങ്ങോട്ട് പോയി. അപ്പൊ എനിക്ക് തങ്ങളെ അങ്ങോട്ട് വരുന്നതിൽ എനിക്കൊരു പ്രയാസം ഉണ്ടായി. എന്ന് കടലടിച്ച് ഞാനാകെ നനഞ്ഞു കുടിച്ചു. നമ്മള് പിന്നെ അതിലൊരു പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ തങ്ങള് അതില് മേലാകെ ക്ഷോഭത്തിന്റെ കടല് അടിച്ച് വെള്ളം കാരണം നനയുന്ന കണ്ട വല്ലാത്ത പ്രയാസം. പക്ഷെ അവിടുന്ന് പിന്തിരിയാതെ അവിടെ നിന്ന് നോക്കി സംസാരിച്ച് കടൽ ഭിത്തിയുടെ പ്രവൃത്തി എത്രയും വേഗത്തിൽ നടത്താൻ ഞങ്ങൾ ശക്തമായി ഇടപെട്ടപ്പോ ഭിത്തി പണിയാനുള്ള മെറ്റീരിയൽ കൊണ്ടുപോകാൻ വഴി വേണം. ഇപ്പൊ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നിലവിലുള്ള വഴിയിലൂടെ കൊണ്ടുപോയാൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മുടെ കോർണിഷ് മസ്ജിദിന്റെ മതിലുണ്ട്. ആ മതിലിത്തിരി പൊളിച്ചാൽ അതിലോട്ട് കൊണ്ടുപോയി പിന്നെ മതിൽ കെട്ടാം. പക്ഷെ അതിപ്പോ എങ്ങനെയാണ് ഖലീൽ ബുഖാരി തങ്ങളോട് പറയാൻ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഖലീൽ ബുഖാരി തങ്ങൾ എന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതിൽ നിങ്ങള് ഒരു വഴി സ്വീകരിച്ചാൽ മതി. ആ മതില് അങ്ങോട്ട് പൊളിച്ചു തരാം, നിങ്ങൾ അതിലോട്ട് പോയിക്കോ എന്ന് എന്നോട് പറയുക. അതെന്റെ ജീവിതത്തിൽ മറക്കാൻ വേണ്ടി പറ്റാത്ത കാര്യം. ജീവിതത്തിൽ ഒരിക്കലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മറക്കാൻ വേണ്ടി പറ്റാത്ത സ്ഥിതി. അതിന്റെ ഭാഗമായി എത്ര വേഗത്തിൽ ആ മതിൽ പൊളിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചു.